എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കാപ്പിച്ചിനോൻ്റെ റെസിപ്പിയാണ്. ഞാൻ കാപ്പിച്ചിനോ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും കണ്ടവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ നിൽക്കുക. സെർച്ചിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ സൗദ എന്ന് അടിച്ചു കൊടുത്താൽ ഞാനതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1/4 കപ്പ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇതേ അളവിൽ തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും എടുക്കണം. ഇതാ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതേ കപ്പിൽ തന്നെ ഞാൻ 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ഒരേ അളവിൽ തന്നെ എടുക്കണം. ഞാനിതൊരു ബീറ്റർ വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതൊരു 35-40 സെക്കൻഡ് നന്നാക്കി ഒന്ന് ബീറ്റ് ചെയ്യണം. ഒരു 35-40 സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം ഈ പരുവായിട്ടുണ്ട്, അങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റും കൂടെ നല്ല സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ കളറൊക്കെ നല്ലോണം ചേഞ്ച് ചെയ്ത് വരും. കളറൊക്കെ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആയിട്ട് വരും. ഒന്നും കൂടെ അടിച്ചു കൊടുക്കാം. 10 മിനിറ്റ് എന്തായാലും അടിക്കണം. നല്ല പേസ്റ്റ് പോലെ വരുള്ളൂ. കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. കളറൊക്കെ നല്ലോണം ചേഞ്ചായി. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി വടിച്ചിട്ട് കൊടുക്കാം. ബീറ്റർ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. ഒന്നും കൂടെ നന്നാക്കി തിക്കായിട്ടുണ്ട്. കളറും വീണ്ടും അത് ചേഞ്ച് ആയിട്ടുണ്ട്. ബീറ്റ് ചെയ്യൽ നിർത്താം. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു സ്പൂൺ എടുത്ത് താഴോട്ട് വെച്ചാലൊന്നും വീഴൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമുക്കൊരു ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലിട്ട് വെച്ചാൽ നമുക്ക് കാപ്പിച്ചിനോ കുടിക്കണം തോന്നുമ്പോൾ ഇതെടുത്ത് കണ്ടിട്ട് കാപ്പിച്ചിനോ ഉണ്ടാക്കി കുടിക്കാം. നിങ്ങൾക്ക് അളവ് കുറച്ച് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുത്തിട്ടൊക്കെ ഉണ്ടാക്കട്ടോ. അതാ ഞാൻ കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് മാറ്റി വെക്കട്ടെ. ഞാൻ കാപ്പിച്ചിനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
പാല് സ്റ്റൗവിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് 3 സ്പൂണ് കാപ്പിച്ചിനോൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 4 എത്ര വേണ്ട വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പാല് ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, കൂടുതൽ ഇളക്കണ്ട. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ കാപ്പിച്ചിനോൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കാപ്പിപ്പൊടി ഇടണമെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ, വെറുതെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ തയ്യാറാക്കിയ കാപ്പിച്ചിനോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കാപ്പിച്ചിനോ തയ്യാറാക്കി നോക്കണം. നിങ്ങളെ ഇഷ്ടത്തിന് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.